ഓക്കെ, അപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഭയങ്കരമായ ചർച്ചകളാണ്. പല രീതിയിലുള്ള ചേരിതിരിഞ്ഞുള്ള വാഗ്വാദങ്ങളും വലിയ വലിയ തർക്കങ്ങളും. ദിലീപിനെ വിട്ടത് ശരിയായില്ല എന്ന് പറയുന്നു. അങ്ങനെ മറ്റു പല പല രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നുകയാണ്. പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പോസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫേസ്ബുക്കിലുണ്ട്, നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ നമ്മളുടെ പോസ്റ്റ് സെക്ഷനിൽ നമ്മളത് അപ്ലോഡ് ചെയ്യും, കമ്മ്യൂണിറ്റി സെക്ഷനിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കളയാം. അപ്പോൾ ഇതാണ്, ദിലീപ് കേസ് വിധി വന്നതോടെ കാര്യങ്ങളാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. സെലിബ്രിറ്റി ഫാനുകളും പാതിവന്ത ജസ്റ്റിസ് വാരിയേഴ്സും നമ്മുടെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും കൂടി ഇതൊരു ദുരന്തമാക്കാനുള്ള പുറപ്പാടിലാണ്. ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ സ്വാഭാവികമായും വലിയ വികാര വിക്ഷോഭങ്ങൾ, ഔട്ട്റീച്ച് ഉണ്ടായി. പക്ഷേ ഈ നാട്ടിൽ ആളുകളെ ദേഷ്യം പിടിപ്പിക്കാൻ എളുപ്പമാണ്. കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കാനാണ് പാട്. ഹാഷ്ടാഗുകൾക്കും ഈ മോറൽ തിയേറ്ററിനും അപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കോടതികൾ നടക്കുന്നത് വൈബ്സ് വെച്ചല്ല. ജഡ്ജിമാർ പെട്ടെന്ന് 8-ാം പ്രതിയുടെ ഫാൻ ആയതുകൊണ്ടല്ല കേസ് പൊളിഞ്ഞത്. ഗൂഢാലോചന, കൺസ്പിറസി തെളിയിക്കാൻ കൃത്യമായ തെളിവുകൾ വേണം. അയാൾ പവറുള്ളവനാണ്, അതുകൊണ്ട് അയാൾ തന്നെയാകും ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ സിനിമയിൽ നല്ല രസമായിരിക്കും. പക്ഷേ കോടതിയിൽ ആ ലോജിക്ക് ചെലവാവില്ല. എവിഡൻസ് ആണ് പ്രധാനം, അല്ലാതെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളല്ല. പ്രോസിക്യൂഷൻ കേസ് പകുതിയും മീഡിയ പ്രഷറിലും ധാർമ്മികതയിലും പബ്ലിക് മൊറാലിറ്റി കെട്ടിപ്പൊക്കിയതാണ് എങ്കിൽ ഡിഫൻസിന് അതിൽ ഓട്ട വീഴ്ത്താൻ എളുപ്പമാണ്. അതൊരു മോറൽ വിക്ടറി ഒന്നുമല്ല, അത് ലീഗൽ റിയാലിറ്റിയാണ്. 2. വിമർശിക്കാം, പക്ഷേ സ്ഥാപനങ്ങളെ തകർക്കരുത്. ഡോണ്ട് സബട്ടാച്ച്. വിധി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കുന്നത് ഫ്രീ സ്പീച്ച് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ തെളിവൊന്നുമില്ലാതെ കോടതിക്ക് അഴിമതിയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന വക്കീലന്മാർ ചെയ്യുന്നത് അപകടകരമായ കളിയാണ്. ഇതൊരു ഡോഗ് വിസിലാണ്. ജനങ്ങളുടെ ദേഷ്യം ജഡ്ജിക്ക് നേരെ തിരിച്ചുവിട്ട് സ്വന്തം പ്രോസിക്യൂഷൻ പരാജയം മറച്ചു വെക്കാനുള്ള തന്ത്രം. ഇവിടെ സംഭവിച്ച അതാണ്. ഇത് ഫെമിനിസം അല്ല, നീതിയുമല്ല, വെറും രാഷ്ട്രീയ തന്ത്രമാണ്, പോപ്പുലിസ്റ്റ് മാനിപ്പുലേഷൻ. 3. ആൾക്കൂട്ട നീതിയല്ല. അത് പാകിസ്ഥാനിലെ അവസ്ഥയാണ്. വികാരഭരിതരായ ആൾക്കൂട്ടം, മോബ്സ്, കോടതികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഡ്യൂ പ്രോസസ് എന്നൊന്നില്ല. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീതിക്ക് പകരം സ്ട്രീറ്റ് പവർ ഭരിക്കും. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി വിധി തീരുമാനിക്കുന്ന അവസ്ഥ വരും. പാകിസ്ഥാനിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടമില്ലാത്ത വിധി വന്നാൽ കോടതിയിലേക്ക് കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് നമ്മളും എത്തും. അംബേദ്കർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യത്തിന് നമ്മൾ അത്ര പരുവപ്പെട്ടിട്ടില്ല എന്ന്. ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് പബ്ലിക് ഒപ്പീനിയൻ അല്ല, റൂൾ ഓഫ് ലോ ആണ്. അതിനെ തകർത്താൽ ജനാധിപത്യം ആൾക്കൂട്ടത്തിൻ്റെ കളിപ്പാവയാകും. 4. കോടതിയെ ലക്ഷ്യം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു സേഫ്റ്റി ലോക്കാണ്. കോടതിയെ തെറി വിളിക്കാൻ ഫ്രീ സ്പീച്ച് ഉപയോഗിക്കുന്നവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം അറിയില്ല. നാഗരികതയ്ക്കും അരാജകത്വത്തിനും, അതായത് സിവിലൈസേഷൻ വേഴ്സസ് അനാർക്കി അല്ലെങ്കിൽ കെയോസ് ഇടയിൽ നിൽക്കുന്ന ഒരേയൊരു മതിലാണ് കോടതി. അത് തകർത്താൽ പിന്നെ കളിയില്ല, യുദ്ധം മാത്രം. റഫറി ഇല്ലാതെ എന്ത് കളി. 5. അതിജീവിതയുടെ കാര്യമോ? അതിജീവിതയ്ക്ക് പിന്തുണ, സോളിഡാരിറ്റി കൊടുക്കാൻ നീതിന്യായ വ്യവസ്ഥയെ കത്തിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം പരാജയപ്പെട്ടെങ്കിൽ അപ്പീലിന് പോകണം, അതാണ് വഴി. പ്രോസിക്യൂഷന് പിഴച്ചെങ്കിൽ സിസ്റ്റം നന്നാക്കുകയാണ് വേണ്ടത്, അല്ലാതെ വികാര പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നു എന്ന് പറഞ്ഞ് ഹിസ്റ്റീരിയ ഉണ്ടാക്കുന്നത് അടുത്ത സ്ത്രീക്ക് കൂടി നീതി കിട്ടാതിരിക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഇനി ഇതിലെല്ലാവരുടെയും പ്രശ്നം ഇതാണല്ലോ, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, ഇതിലെന്തൊക്കെയാണ് നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ളൊരു ഓപ്ഷൻസ് ഇവിടെ വെക്കുകയാണ്. നമ്മൾ എവിടെ നിൽക്കണം? 1. അതിജീവിതയുടെ കൂടെ നിൽക്കണം, ഒരു സംശയമില്ല. പക്ഷേ നാടകങ്ങൾക്കല്ല, നല്ല അന്വേഷണത്തിനും നിയമപരിഷ്കരണത്തിനും, റിഫോംസ്, അതിനുവേണ്ടി തെളിവുകളിലൂടെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. 2. ജുഡീഷ്യറിയുടെ കൂടെ നിൽക്കുക. കണ്ണടച്ച് വിശ്വസിക്കാനല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡ്യൂ പ്രോസസ്സ്, ഈ ജുഡീഷ്യറിയുടെ ഡ്യൂ പ്രോസസ്സ്, അതിനെ സംരക്ഷിക്കുക. 3. ആൾക്കൂട്ട നീതിക്കെതിരെ നിൽക്കുക. അവർ പറയുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നിയാൽ പോലും അതിനെതിരെ നിൽക്കുക. മോബ് ജസ്റ്റിസ് അത് ഒരു വഴിയേ അല്ല. അത് ഡെമോക്രസിയിൽ, നമ്മളുടെ ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കാത്ത, പാടില്ലാത്ത കാര്യമാണ്. 4. കേസ് തോറ്റതിൻ്റെ ക്ഷീണം മാറ്റാൻ കോടതിയെ കുറ്റം പറയുന്ന വക്കീലന്മാർക്കും ആക്ടിവിസ്റ്റുകൾക്കും എതിരെ നിൽക്കുക. അതും നമ്മളുടെ അജണ്ടയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമാണ്. കേസ് തോറ്റതിൻ്റെ ക്ഷീണം അത് അവർ ഏറ്റെടുക്കുക. അത് ഈ കേസിൽ മാത്രമൊന്നുമല്ല. റിയാസ് മൗലവിയുടെ കേസ് വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അതിലെ കുറ്റവാളിയെ നമ്മൾ വെറുതെ വിട്ടു. അപ്പോൾ കാരണം എന്താണ്? തെളിവില്ല. നമുക്ക് ആഗ്രഹമുണ്ട് റിയാസ് മൗലവിയെ കൊന്നു എന്ന് പറഞ്ഞ പേരിൽ അവരെ മുഴുവൻ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തെളിവില്ല, പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ നമ്മളെന്താ കണ്ടത്? ഉടനെ അത് കോടതിയെ, അത് മൊത്തം അവിടെ സംഘപരിവാറാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ അവഹേളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അതിന്
അതിനുശേഷം ഇപ്പോൾ ഇവിടെ പാലത്തായി കേസിൽ എന്താ ഉണ്ടായത്, അതിൽ ആ സംഘപരിവാർ ആ ചങ്ങാതിനെ അവിടെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശിക്ഷിച്ചപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടത്, അത് കോടതി വീണ്ടും ഇവിടെ സുഡാപ്പികളാണ് കോടതി മുഴുവൻ, പോപ്പുലർ ഫ്രണ്ടുകാർ മുഴുവൻ അതിനകത്ത് കളിച്ചു, അയാളെ അവിടെ കുരുക്കി, അത് ഇതെന്നൊക്കെ. അന്ന് നമ്മൾ ഈ 3 കേസിൽ നമ്മൾ പറയുന്ന ഒരേ കാര്യം, ഈ കാര്യം തന്നെയാണ് റിയാസ് മൗലവിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഇതേ കാര്യം തന്നെയാണ് പാലത്തായി കേസിൽ പറയുന്നത്, ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമുക്കൊരു മാറ്റമല്ല. റൂൾ ഓഫ് ലോ, നമ്മൾ കോടതികളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ഡ്യൂ പ്രോസസ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതിനെ നമ്മൾ ഉയർത്തി വെക്കുക. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിച്ചൊരു വിധി വരുമ്പോൾ ജയ് വിളിക്കുകയും നമ്മൾ ആഗ്രഹിക്കാത്ത വിധി വരുമ്പോൾ ഉടനെ അതിനെ തള്ളിപ്പറയും, ആ സിസ്റ്റത്തെ തന്നെ നമ്മൾ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അല്ല അതിൻ്റെ രീതി. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ജയിക്കുമ്പോൾ എല്ലാം അടിപൊളി, വോട്ട് തോറ്റു കഴിഞ്ഞാൽ EVM ആകെ പ്രശ്നമാണ്, എല്ലാം വോട്ട് ഹാക്ക് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ആ മാതിരി ഉടായ്പ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. ഇത് സിസ്റ്റത്തിൻ്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ആലോചിക്കുക. അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞത്. ഇനി അവസാനം, നീതി കിട്ടാൻ വൈകും, കുറവുകൾ ഉണ്ടാകും, പക്ഷേ അതിന് പകരം ഔട്ട്റേജ് കൊണ്ടുവന്നാൽ കിട്ടുന്നത് നീതിയല്ല, അരാജകത്വമാണ്, അനാർക്കി ഡ്രസ്ഡ് ആസ് വെർച്യു. അപ്പോൾ ഞാൻ പണ്ടും കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ പറഞ്ഞ ആ പാലത്തായി കേസിൽ ഇവിടെ പ്രശ്നമുണ്ട്. ഈ പറയുന്ന നിയമ സംവിധാനം, ആ ജുഡീഷ്യറി സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറലായിട്ട് ഇഷ്യൂസ് ഉണ്ട്. അതിനെന്താ വഴി? അതിൻ്റെ ആ റിഫോം കൊണ്ടുവരാന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ നിയമം കൈയാളുന്ന ആളുകൾ, ഈ പറയുന്ന ലെജിസ്ലേഷൻ അതിനകത്തുള്ള ആളുകൾ, പാർലമെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്താ പണി? അവരല്ലേ അത് ചിന്തിച്ച് അതിന് വേണ്ട പണിയെടുക്കേണ്ടത്. അതായത് ജുഡീഷ്യറിയുടെ പ്രോസസ്സ് ഈസിയാക്കാൻ വേണ്ടി ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ പിടിച്ച് വിചാരണ നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാലയളവ് ഒരു വികസിത രാജ്യത്തും ഇന്ത്യയിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ എത്രമാത്രം വലുതാണ് ആ ഒരു കാലഘട്ടം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 5-7 വർഷമൊക്കെയാണ് ഓരോ കേസിലൊക്കെ എടുക്കുന്നത്, 10 വർഷം. ഇപ്പോൾ ഇതിൽ തന്നെ 8 വർഷമാണെന്നാണ് പറയുന്നത്. എന്തിനാണ് അത്രയും കാലം എടുക്കുന്നത്? എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും 1 വർഷത്തിനിടയിൽ തന്നെ ഈ പരിപാടി തീർക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് തീർക്കുന്നത്? നമുക്ക് എടുക്കാൻ പറ്റാത്ത മാതൃകകളൊന്നും അല്ലല്ലോ. എവിടെ നിന്നാണെങ്കിലും എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലത് നമ്മൾ എടുക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് നമ്മൾ നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ പറയണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിനെ പറഞ്ഞു വെക്കാം. ഇത് ഡ്യൂ പ്രോസസ്സിനെ നമ്മൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ സിസ്റ്റം മൊത്തം അഴിമതിയാണ്, ഇത് മൊത്തം പ്രശ്നമാണ്, ഇതിൽ നമുക്ക് വിശ്വാസമില്ല, വാടാ നമുക്ക് നടുറോട്ടിൽ ഇറങ്ങിയിട്ട് കാര്യം തീർക്കാടാ എന്ന് പറയുമ്പോൾ, അന്ന് പാലത്തായി കേസിൽ RV ബാബു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള തെളിവൊക്കെ വരൂ, നമുക്ക് ഒരു അങ്ങാടിയിൽ കൂടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് നമ്മൾ ആളോട് മുഖത്ത് നോക്കി ചോദിച്ചാണ്, നിങ്ങൾ എന്താ ഈ പറയണത്, ഇങ്ങനെയാണോ അതിൻ്റെ രീതി എന്ന് നമ്മൾ ആളോട് ചോദിച്ചതാണ് ഈ പറയുന്നത്. ഇതല്ല അതിൻ്റെ രീതി. കോടതിയിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കുക, അവിടെ അത് ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് അതിലൂടെയാണ് അഗ്നിപരീക്ഷ പാസ്സായിട്ട് വരേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി അങ്ങാടിയിലേക്ക് വിളിച്ച് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ട് കളിക്കുക, ഇതല്ല നിയമത്തിൻ്റെ വഴി. അതിനെ നമ്മൾ അനാർക്കിന്നേ പറയുള്ളൂ. അതല്ല അതിൻ്റെ മോബ് ജസ്റ്റിസ് അല്ല നമ്മുടെ വഴി. ഇതിനെ ഈ പറയുന്ന ജുഡീഷ്യറിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആ റൂൾ ഓഫ് ലോ പാലിച്ചുകൊണ്ടുള്ള ആ ഡ്യൂ പ്രോസസ്സിലൂടെ പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുന്നിലുള്ള പോംവഴി. അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ആർക്കും നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെ പിന്നെ ജംഗിൾ രാജ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളവിടെ പറയുക. ഓക്കെ, ഇന്ത്യ ഇന്നും പാകിസ്ഥാൻ പോലെ ആകാത്തത് നമ്മൾ ഭയങ്കര നല്ല മനുഷ്യന്മാരായതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ കോടതികൾ ഇന്നും ആൾക്കൂട്ടത്തിന് മുന്നിൽ മുട്ടുമടക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഈ കോടതി മാത്രമല്ല, ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഓരോന്നും മുട്ടുമടക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വന്നാൽ പിന്നെ ആർക്കും ഇവിടെ സുരക്ഷ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ദുർബലരായവർക്ക്. അതാണ് ഇതിലെ തമാശ. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ആ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വക്കീൽമാർ പറഞ്ഞ കാര്യമൊക്കെ അത് ഏറ്റെടുത്തിട്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ കോടതി ആക്രമിക്കാൻ വേണ്ടി പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയാൽ പിന്നെ ഇവിടുത്തെ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉള്ള ഈ കേസിൽ പോലും നീതി കിട്ടില്ല, പിന്നെയല്ലേ ബാക്കിയുള്ള സ്ത്രീകൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നീതി ഒരിക്കലും ഉണ്ടാവാത്ത അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ദുർബലർക്ക് പ്രത്യേകിച്ചും കിട്ടാൻ പോകുന്നില്ല. കാടൻ നിയമം, അതായത് ജംഗിൾ റൂൾ വിത്ത് #ടാഗ്സ് മാത്രമേ പിന്നെ ബാക്കി ഉണ്ടാവൂ. അപ്പോൾ സ്റ്റാൻഡ് വിത്ത് ദ സർവൈവർ, സപ്പോർട്ട് റൂൾ ഓഫ് ലോ ആൻഡ് സേ നോ ടു മോബ് ജസ്റ്റിസ്. ഇതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ താഴെ നമ്മളെല്ലാത്തിലും ഒരു പോസ്റ്റിൽ നമ്മൾ ഈ വിഷയത്തിൽ പണ്ട് എങ്ങനെയായിരുന്നു നിലപാടുകൾ എടുത്തിരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും അതിൻ്റെ താഴെ ഒരു എക്സ് കൂട്ടിയിട്ട് ഒരു സാധനം എഴുതാറ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓരോ വിഷയത്തിലും നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഭവം പണ്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഇതിനകത്ത് ചിന്തിച്ചിരുന്നത്? പണ്ട് ഈ വിഷയം വരുമ്പോൾ തല്ല് കൊണ്ട് നന്നായി, 2 തല്ല് കിട്ടിയത് നന്നായി എന്ന് ചിന്തിച്ചിരുന്ന ആളിൽ നിന്ന് മാറിയിട്ട് അതല്ല അതിൻ്റെ വഴി എന്ന് നമ്മൾ തിരിച്ചറിയാണ്. അപ്പോൾ നമ്മളിത് ആൾക്കൂട്ട നീതിവാദി ആയിരുന്നു പണ്ട്, ഇന്ന് ആൾക്കൂട്ട നീതിവാദിയായിട്ട് മാറുകയാണ്. അതല്ല അതിൻ്റെ വഴി നമ്മൾ തിരിച്ചറിയാണ്. ഇതുപോലെ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പഴയ പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ അടിയിൽ ഒരു കൂട്ടിയിട്ട് ഒരു സാധനം എഴുതിയിട്ടുണ്ടോ, ഉഡായിപ്പ് അംബേദ്കറിസ്റ്റ്. പണ്ടത്തെ ഒരു സാധനമാണ്. അതായത് ഈ പറയുന്ന അംബേദ്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കും.
ഇന്ന് അതല്ല, ഇന്ന് അംബേദ്കർ പറഞ്ഞല്ല നമ്മളെടുക്കും. ആ വ്യത്യാസം. അപ്പോൾ ഉടായ്പ നമ്മൾ മാറ്റി വെച്ചു. പണ്ട് ഉടായ്പ അംബേദ്കറിസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ. പണ്ട് നമ്മളൊരു ജിഹാദിയായിരുന്നു, ഇന്ന് നമ്മൾ ജിഹാദിയല്ല, അപ്പോൾ എക്സ് ജിഹാദി എന്ന് ചേർക്കുന്നു. അങ്ങനെ ഓരോ വിഷയത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ പറയുന്ന വിഷയങ്ങളിൽ നിങ്ങൾ പണ്ട് എന്തായിരുന്നു നിലപാടെടുത്തിരുന്നത്, ഇപ്പോൾ എന്താണ് എടുക്കുന്നത് എന്നുള്ളത്. ഇനി തെളിവുകളല്ലേ നിങ്ങൾക്ക് വേണ്ടത്? തൗസൻഡ്സ് പ്രൊട്ടസ്റ്റ് പാകിസ്ഥാൻ സുപ്രീം കോർട്ട് മൈനോറിറ്റീസ് റൂളിംഗ്. ഇത് എവിടെയാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അതായത് ഇൻ ഹിസ് ജഡ്ജ്മെന്റ് ചീഫ് ജസ്റ്റിസ് ഈസ് റൂൾ ദാറ്റ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവറി സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഹിസ് റിലീജിയൻ. ഇതെന്താ സംഭവം? അതായത് അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ അഹമ്മദിയ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാഫിറുകളാണ്, എന്നുവെച്ചാൽ മുസ്ലിങ്ങളല്ല. പക്ഷേ അവർ കൊണ്ടു നടക്കുന്ന കിതാബ് ഖുറാനും കുറേ ഹദീസും ഗ്രന്ഥമൊക്കെ തന്നെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചങ്ങാതി ഈ അഹമ്മദിയ ഇസ്ലാം എന്ന് പറയുന്ന സാധനം അത് അവിടെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അവിടെ ഒരു കേസ് പോയി. ഇവർ അതായത് ഇസ്ലാമിക രാഷ്ട്രമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ, അവിടെ ഇസ്ലാം മാത്രമാണ് പ്രചരിപ്പിക്കാനുള്ള അനുവാദമുള്ളൂ. പിന്നെ കുറച്ച് ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട് ഒളിച്ചും പാത്തുമൊക്കെ, പക്ഷെ വലിയ കച്ചറയാണ് അവർക്കെതിരെ. ഏതായാലും അഹമ്മദിയാക്കൾക്കെതിരെ വലിയ പ്രശ്നമാണ്. കാരണം അത് ഇസ്ലാമിനെതിരെ വരുന്നൊരു സാധനം കൂടി ആയതുകൊണ്ട് വലിയ ചർച്ചയാണ്. ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചർച്ചയാണ്. വലിയൊരു അക്രമം വരെ നേരിടുന്നു. ഇപ്പോൾ നമ്മളെ ബക്രീദൊക്കെ ആയി കഴിയുമ്പോൾ വലിയ പെരുന്നാളിന് പോത്തിനെ ഇറക്കണമല്ലോ. പോത്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാ മുസ്ലിങ്ങളും പോത്തിനെ വാങ്ങും, അഹമ്മദിയാക്കളും വാങ്ങും. അഹമ്മദിയാക്കളെ പോത്ത് ഇറക്കാൻ സമ്മതിക്കില്ല, അത് നമ്മളുടെ ആരാധനയാണ്, അത് നിങ്ങൾ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തടയും. അവരുടെ ആ പോത്തിനെ അവർ തട്ടിക്കൊണ്ടുപോകും, അതിനെ കൊന്നുതള്ളും, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുന്നു, കച്ചവട സ്ഥാപനങ്ങളെ തകർക്കുന്നു. അവരുടെ ആ ന്യൂനപക്ഷം, ആ അഹമ്മദിയ എന്ന് പറയുന്ന ന്യൂനപക്ഷത്തെ അവിടെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അവിടുത്തെ സുന്നി ഷിയ, അവിടുത്തെ സൂഫികളും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പൊതുവെ തല്ലാൻ നേരത്ത് സൂഫികളും കൂടെ കൂടും. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ സാധനം. സമാധാനപ്രിയരായ സൂഫികൾ അത്യാവശ്യത്തിന് മൂട്ടിലടയ്ക്കാനും അടിക്കാനും അവർ മിടുക്കന്മാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ ഒരു അഹമ്മദീയ വിഭാഗത്തിലുള്ള ആളുകൾ മതപ്രചരണം നടത്തുന്നു. അപ്പോൾ അതിനെതിരെ കേസ് പോയി. അപ്പോൾ ആ കേസിൽ അവർ പറഞ്ഞ എന്താണ്, കോടതി വിധിച്ചു അവർക്കും അവിടെ മതപ്രചരണത്തിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അവർ പ്രതീക്ഷിച്ച വിധിയല്ല. അവർ പ്രതീക്ഷിച്ച എന്താണ്, അവരെ തടയും എന്നായിരുന്നു. പക്ഷെ തടഞ്ഞില്ല. ഉടനെ നാട്ടുകാർ ഇറങ്ങി കോടതി വളപ്പ് കയ്യേറുന്നു. ജഡ്ജിയെ തല്ലി കൊന്നില്ല എന്നേ ഉള്ളൂ. ഒരു വിധാണ് ആൾ രക്ഷപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതോറാണ്. 2, ഫോർമർ ചീഫ് ജസ്റ്റിസ് ഷോട്ട് ഡെഡ് ഇൻ ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ പാകിസ്ഥാൻസ് ബലോചിസ്ഥാൻ. ഇത് പാകിസ്ഥാനിൽ സ്ഥിരമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാർക്ക് വിധി പറയാൻ പോലും പേടിയാണ് ഒരു വിഷയത്തിൽ. കാരണം വിധി പറഞ്ഞാൽ അടുത്ത ദിവസം അവരുടെ തല പോവും, പിന്നെന്ത് ചെയ്യും? അപ്പം ജഡ്ജിമാരുടെ അവസ്ഥ ഇഞ്ചാതി. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതുപോലെ പല കേസുകൾ, ഒരെണ്ണോ രണ്ടെണ്ണോ ഒന്നല്ല, എടുക്കാൻ പോയി കുറേ ഉണ്ട്. ഇനി ഹോം ഓഫ് പാകിസ്ഥാനി സുപ്രീം കോടതി ജഡ്ജ് അറ്റാക്ട്, അതായത് സുപ്രീം കോടതി ജഡ്ജിയുടെ വീട് അറ്റാക്ക് ചെയ്യുന്നു. വിധി പറയാൻ പോകുന്നതിൻ്റെ പേരിലും പറഞ്ഞതിൻ്റെ പേരിലും അതേപോലെ തോക്ക് ചൂണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വരെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇതിൽ ഏറ്റവും വിശ്വവിഖ്യാതമായ ഒരു കേസാണിത്, ആസിയ ബീബി. ഈ ആസിയ ബീബിയുടെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആളൊരു ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾ, അവർ അയൽവക്കക്കാർ തമ്മിൽ എന്തോ ഒരു കശപിശ ഉണ്ടായി വെള്ളം കോരുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ആ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവർ ഫ്രെയിം ചെയ്തത് മതനിന്ദ കേസിലാണ് ഫ്രെയിം ചെയ്തത്, ബ്ലാസ്ഫമി. ഇവർ മതനിന്ദ, മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത് അവർ കോടതിയിലെത്തി. ഇവരെ വലിയ പ്രശ്നമായി. ഇവരുടെ കേസ് കത്തിച്ചു നിർത്തിയത് അവിടുത്തെ സൂഫികളാണ് കേട്ടോ. തെഹരീക്കെ ലബൈക്ക് പാകിസ്ഥാൻ, TLP എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ വലിയ സൂഫികളാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർ പിടയ്ക്കാനൊക്കെ മിടുക്കന്മാരാണ്, വളരെ സമാധാനമായിട്ട്. അപ്പോൾ ഈ ആസിയ ബീവിയുടെ കേസ് കോടതിയിൽ വന്നു. അങ്ങനെ അവസാനം ഈ കോടതി ഇവർക്കെതിരെ തെളിവൊന്നുമില്ല എന്നതിൻ്റെ പേരിൽ ഇവരെ വെറുതെ വിടുകയാണ്. മീൻസ് അവരെ അതിൽ നിന്ന് കുറ്റവിമുക്തമാക്കി. പക്ഷേ പാകിസ്ഥാൻ വിട്ടു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാട്ടുകാർ വിടുമോ? നാട്ടുകാർ മറ്റേ അതിജീവിതയുടെ ആളായിരുന്നു. അതിജീവിതയുടെ ആളുകൾക്ക് ആസിയ ബീബിനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവളെ തൂക്കിക്കൊള്ളണം, ഇതാണ് അവരുടെ ആവശ്യം. ഇവരെ പിന്നാലെ കൂടി ഈ പെണ്ണിനെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അവസാനം ആസിയ ബീബി ജീവനും കൊണ്ട് വേറെ ഏതോ നാട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ സ്വിറ്റ്സർലാൻഡിൽ, അവിടെ യൂറോപ്പിൽ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ടാണ് കുറേ ആളായിട്ട് ഇപ്പോൾ അവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ടുള്ള വിധി അല്ല വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് അതല്ല അതിൻ്റെ രീതി. ഇപ്പം ഈ നമ്മളിതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിലെ കേസ് ഞാൻ നേരിടുന്നുണ്ടല്ലോ, നമ്മളതിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളതാണ്. ഡ്യൂ പ്രോസസ്സ് അത് ഫോളോ ചെയ്യുക. വലിയ തലയ്ക്ക് പോകുന്ന വലിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കേണ്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ അത്താഴം മുട്ടിക്കുന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അനുസരിച്ചിട്ട് നിൽക്കണം. പക്ഷേ ഇന്ന് ഏതായാലും ഇപ്പോൾ ആ അവസ്ഥയിലൊക്കെ ഒന്നും വന്നിട്ടില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ഒരു 2 കേസിലെങ്കിൽ ഇപ്പോൾ ഒരു സുഖമില്ല എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കുന്നത്. അതിലൊരെണ്ണം കോടതിയലക്ഷ്യമൊക്കെ ആകുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു ചെറിയൊരാശ്വാസം. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോടതിയലക്ഷ്യമുണ്ട്, പിന്നെ 2 മതനിന്ദ 2 കേസ് വേറെയുണ്ട്. അങ്ങനെയൊക്കെ വലിയ തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു.
ഇത്രയൊക്കെ കേസുകൾ വെച്ച്. ഇതാണ് നമ്മുടെ അവസ്ഥ. അതിനിടയിൽ ഒരു കേസിന് പോയിട്ട് നമ്മൾ തുന്നമ്പാടി ഇതേ വന്നിരിക്കുന്നു, നിൻ്റെ മോൻ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു പറഞ്ഞ മാതിരിയുള്ള ഒരു അവസ്ഥയുണ്ടായി. നമ്മൾ സുന പിടിപ്പിക്കാൻ വേണ്ടി പോയത്. അതിന് നമ്മൾ കോടതിയിൽ അവർ ആ കേസ് എടുക്കുക പോലും ചെയ്തില്ല. എന്നുവെച്ചാൽ അവർക്ക് പേടിയുണ്ട് ഈ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ വിമർശിച്ചു. എന്ന് വെച്ച് കോടതികൾ മുഴുവൻ മറ്റേ ജിഹാദികൾക്ക് അടിമപ്പെട്ടു ഇതൊന്നും നമ്മൾ പറയാൻ പോയിട്ടില്ലല്ലോ. അവർക്ക് ആ സമയത്ത് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ ആ റെലവൻസ് ഇതൊരു പബ്ലിക് ഒരു ലിറ്റിഗേഷനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് തള്ളാൻ പല ഗ്രൗണ്ട്സ് ഉണ്ട്. അങ്ങനെ അവർ തള്ളുന്നു. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനിയും കൊണ്ടുപോകാം. അത്ര അതിനകത്തുള്ള വഴിയിൽ കുറച്ചുകൂടിയൊക്കെ ഇതുപോലെ കുറച്ചുകൂടിയും പിള്ളേരൊക്കെ ഒന്ന് മരിച്ച് കുറേയും കൂടി സുനകളൊക്കെ കട്ട് ചെയ്തതിൻ്റെ പ്രശ്നമൊക്കെ നാട്ടിലുണ്ടായി. കുറേ കാക്കമാരുടെ കുട്ടികളൊക്കെ ചത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത കേസിന് പോകാം. അതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുവരെ നമ്മളുടെ ജഡ്ജിമാരൊക്കെ ഒന്ന് കാത്തിരിക്കുക. അത്ര നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. പോട്ടെ. അപ്പോൾ നമ്മൾ പറയണത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ ഇതിന് മുഴുവൻ നശിപ്പിക്കണം, ഇത് ശരിയാവില്ല, ഇതല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. സ്ട്രക്ചറലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളതിന് ആ ഒരു ഡ്യൂ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ അവസരം വരും. നമ്മളെ നമ്പർ എത്തിയിട്ടില്ല, നമ്മളെ നമ്പർ എത്താൻ വേണ്ടി കാത്തിരിക്കുക. ഇതന്നെ നമ്മളുടെ വഴിയുള്ളൂ. നമ്മൾ ആ മറ്റേ കേസ് തള്ളിയിട്ട് അപ്പീലിന് വേണ്ടി പോകാൻ നോക്കുമ്പോൾ ആ കേസ് എടുക്കാൻ വക്കീലന്മാർക്ക് പോലും ധൈര്യമില്ല. പിന്നെ എങ്ങനെ നമ്മൾ പോവുക? ഇതാണ് അതിൻ്റെ പ്രശ്നം. അന്ന് പിരിച്ച ഫണ്ട് ഇപ്പോഴും അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതാണ്. അതായത് ജസ്റ്റിസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മുന്നിൽ എന്താ പറയുക, ഈ ഔട്ട്റേജ്, ഈ പറയുന്ന പബ്ലിക് ഔട്ട്റേജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ നിയമത്തിൻ്റെ ആ സംഗതികൾ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച അത് ഒബ്സ്ക്യൂറായി പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ആ ക്ലാരിറ്റി കുറച്ചും കൂടി കിട്ടാൻ നമ്മൾ കണ്ണൊക്കെ ഒന്നും കൂടി ഒന്ന് തിരുമിയൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയണം. റൂൾ ഓഫ് ലോ വേഴ്സസ് ദ റൂൾ ഓഫ് ദ മോബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും വേർതിരിച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കാണേണ്ട അല്ലെങ്കിൽ നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. നമ്മളിവിടെ നിലനിൽക്കേണ്ടത് റൂൾ ഓഫ് ലോയുടെ കൂടിയാണ്. ബിക്കോസ് അതാണ് ഡിഫൈൻഡ് ബൈ എവിഡൻസ്, അതുപോലെ ഡ്യൂ പ്രോസസ്, അതുപോലെ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. ഇറ്റ് ഈസ് സ്ലോ ആൻഡ് മെത്തോഡിക്കൽ. ഇതാണ് അതിൽ പറയുന്നത്. മറ്റേത് അങ്ങനെയൊന്നുമല്ല. അവിടെ കുറേ പത്രവാർത്ത, ഇമോഷൻസ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഹാഷ്ടാഗ്, ഇതാണ് മറ്റേ റൂൾ ഓഫ് മോബ്. അവരങ്ങോട്ട് തീരുമാനിക്കും. വാട്സപ്പ് യുദ്ധമാണ് അവിടെ നടക്കുക. അതല്ല നമ്മുടെ വഴി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ദിലീപ് വലിയ ആളാണ് അല്ലെങ്കിൽ അങ്ങനെ വലിയ ചെറിയ ആളാണ്, ഇതൊന്നും അല്ല അവിടുത്തെ കാര്യം. തെളിവുണ്ടെങ്കിൽ തെളിവിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ അപ്പീലിന് പോകുന്നിടത്ത് പോകാം കൂടുതൽ. അപ്പോൾ പ്രോസിക്യൂഷന് വലിയൊരു ചുമതലയുണ്ട്. ഇതിൻ്റെ കുറ്റമറ്റ രീതിയിൽ ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക, ആ ഒരു എന്താണ് ആ ചെയിൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഫെയിലായി കഴിഞ്ഞാൽ കേസ് ഫെയിലാവും. അത് ഫെയിലായതിൻ്റെ ആ പഴി മുഴുവൻ ജഡ്ജിയുടെ തലയിലേക്കും കോടതി സംവിധാനത്തിൻ്റെ തലയിലേക്കും ഇട്ടിട്ട് ഊരുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കേസ് വീക്കാവുമ്പോൾ അതിൻ്റെ ബ്ലെയിം അത് കോടതിയുടെ തലയിലേക്ക് ഇട്ടിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോബ് ജസ്റ്റിസിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൊളാപ്സ് ഓഫ് ദ ഡ്യൂ പ്രോസസ്സ്. അതാണ് അവിടെ സംഭവിക്കുക. ആ സംഗതി തന്നെ അവിടെ നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് പോവുക. നമുക്ക് പിന്നെ ഒരു പാകിസ്ഥാനായിട്ട് ഇന്ത്യയെ കാണാം എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട തൂണാണ് ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കണം. മറ്റുള്ള എല്ലാ തൂണുകൾക്കുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പടി കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയും, അത് ഈ ജുഡീഷ്യറിക്കുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പറയുന്നത്. അതും കൂടി നമ്മളിവിടെ നിന്ന് ഓർക്കണം എന്നും കൂടിയാണ് ഒന്ന് പറഞ്ഞു വെക്കുക. പിന്നെ ഇതിൽ മറ്റൊരു വാദം വന്നതാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നൊരു വിഷയം. അത് ഒരു ഡ്രാക്കോണിയൻ ആയിട്ടുള്ളൊരു സാധനമാണ്. കോടതിക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞ ഉടനെ പിടിച്ചകത്തിടും എന്നൊക്കെയുള്ള രീതിയിൽ ചില അവസരങ്ങളിലൊക്കെ അത് വളരെ ഫ്രിവിലസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിലൊക്കെ കണ്ടംപ്റ്റ് ഒക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കണ്ടംപ്റ്റ് എന്നുള്ള സാധനം നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതൊരു സേഫ്റ്റി വാൾവായിട്ടാണ് ആ സാധനം അവിടെ നിലനിൽക്കുന്നത്, ഒരു സേഫ്റ്റി ലോക്ക് എന്നുള്ള രീതിയിൽ. കാരണം ഈ സാധനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിക്കൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തെളിവുമില്ലാതെ ഈ കോടതികൾ നമ്മൾ പാകിസ്ഥാനിലൊക്കെ കണ്ട മാതിരി അത് ഉടനെ അയാളും ഒരു അഹമ്മദിയക്കാരനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോർട്ടിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന സംഗതി ഇവിടെ വരുമ്പോൾ അത്തരം തെളിവുകളില്ലാത്ത ആരോപണങ്ങളും അത്തരം ഡിഫമേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ ഒരു നിലയിലേക്ക് കോടതിയെ വലിച്ചഴിക്കുന്നത് തടയാനും കൂടി വേണ്ടിയിട്ടും കൂടിയാണ് ഈ കണ്ടംപ്റ്റ് എന്ന് പറയുന്ന സാധനം, ആ നിയമം അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ കൂടി വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് നിലവിൽ. പക്ഷേ ഞാൻ പറയാം കുറേ കഴിയുമ്പോൾ ഇത് ഫേസ് ഔട്ട് ചെയ്യും. കാരണം ലോകത്ത് പല പുരോഗമിച്ച രാജ്യങ്ങളിലും ഇത് ഫേസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന പോലെയൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് സമൂഹം വളരണം.
നമ്മൾ സമൂഹം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് അസസ് ചെയ്യാനും കൂടിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഒരു വിഷയം വരുമ്പോൾ ഉടനെ നമ്മൾ മോബ് വയലൻസിലേക്ക് പോകുന്ന ഒരു മെൻറ്റാലിറ്റി, ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളിപ്പോഴും വരുമ്പോൾ. നമ്മൾക്ക് ഇപ്പോഴും ഈ ട്രൈബൽ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിൻ്റെ വിഷയം. നിങ്ങൾ അതിപ്പോൾ ഈ വലിയ കൂടിയ കാര്യത്തിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ട്രാഫിക് നിയമം പാലിക്കുന്നുണ്ടോ? നിങ്ങൾ ചുമന്ന ലൈറ്റ് കാണുമ്പോൾ നിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ആ ഓറഞ്ച് ലൈറ്റ് കത്തുമ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടുകയാണോ ചെയ്യുക അതോ കുറയ്ക്കുകയാണോ ചെയ്യുക? ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു റോഡിലൊരു വരയുണ്ട്, എല്ലാവരും ക്യൂ പാലിച്ച് പോകേണ്ട ഒരു സമയത്തുമ്പോൾ നിങ്ങൾ ക്യൂ ജമ്പിങ് നടത്തുന്നുണ്ടോ? ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വേസ്റ്റ് എവിടെ കൊണ്ടിടുന്നു? നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ഇതിലെല്ലാം എത്രത്തോളം നിങ്ങൾ ഈ നിയമം പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമം നിങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പാലിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പാലിക്കുന്നില്ല. ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വീഡിയോ ആണ്. നമ്മളുടെ പുതിയ ഹൈവേ വന്നിട്ടുണ്ട്. ആ ഹൈവേയിൽ എക്സിറ്റും എൻട്രിയും രണ്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എക്സിറ്റിലൂടെ ഒരിക്കലും എൻട്രി ചെയ്യാൻ പാടില്ല, എൻട്രിയിലൂടെ ഒരിക്കലും എക്സിറ്റ് ചെയ്യാനും പാടില്ല. പക്ഷേ ഇനി നമ്മൾ ഇവിടുന്ന് കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റിലും എക്സിറ്റ് പോയിന്റുകളിലും ഉണ്ടാകുന്ന അപകടങ്ങളും അപകട മരണങ്ങളും. കാരണം എൻട്രിയിലൂടെ എക്സിറ്റും എക്സിറ്റിലൂടെ എൻട്രി നടത്തുന്ന ആ മണ്ടന്മാരാണ് ഈ 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന മലയാളികളുടെ അവസ്ഥ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് നമ്മളിത് പഠിക്കുക? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നിങ്ങൾ ഇത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസമുള്ള ഈ മണ്ടന്മാർ കാണിക്കുന്ന പണി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവിടെ ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്. നിങ്ങൾ കൊണ്ടിടുന്ന വിദ്യാസമ്പന്നരായ മലയാളികൾ കൊണ്ടിടുന്ന ഈ ചപ്പ് ചവറുകൾ വാരാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ പറയുന്ന വിദ്യയൊന്നും അഭ്യസിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള മറ്റു നാട്ടിൽ നിന്ന് വരെ വന്നിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വൃത്തിയാക്കുന്ന അവസ്ഥ അവരോട് ഉള്ളത്. നിങ്ങളത് ആലോചിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന വലിയ സിവിലൈസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോടതിയൊക്കെ വിമർശിക്കാൻ ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ ആദ്യം സ്വന്തം പോക്കറ്റിലേക്ക് നെഞ്ചത്തേക്കൊന്ന് നോക്കുക എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങളിലെല്ലാം ഒരു ട്രൈബൽ ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ കുറേയും കൂടിയൊക്കെ സിവിലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നിയമങ്ങളുടെ ആവശ്യമില്ല. അത് കുറേയും കൂടി നമുക്ക് ലിബറൽ ആക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് അംബേദ്കർ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അംബേദ്കർ നോട്ടഡ് ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി വാസ് ഇൻഹെറൻറ്റ്ലി റെഡി ഫോർ ഡെമോക്രസിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു, അതിനുണ്ടാക്കുന്നു ഒക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ ഈസ് നോട്ട് റെഡി ഫോർ ഈ പറയുന്ന ഡെമോക്രസി എന്ന് പണ്ടേ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അന്നുമില്ല ഇന്നുമില്ല, ഇപ്പോഴും നമ്മൾ റെഡി ഒന്നുമല്ല. നമ്മളിപ്പോഴും വോട്ട് ചെയ്യുന്നത് കുറേ റിലീജിയസ് ഫിഗേഴ്സിന് വേണ്ടി, കുറേ ചിഹ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയല്ലേ നമ്മളിപ്പോഴും വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഐഡിയൽസ്, അതായത് പൊളിറ്റിക്കൽ അവരുടെ ഐഡിയൽസ് നോക്കിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടോ? എത്ര പേര് വോട്ട് ചെയ്യുന്നുണ്ട്? അവിടെ തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് അവസ്ഥ. അപ്പോൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഡെമോക്രസി എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സാധനം അത് ഉള്ള സാധനം തന്നെയാണ്, അത് നമ്മൾ ഉയർത്തി വെക്കുകയും വേണം. പക്ഷേ ആ സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഡെലിബറേറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഓൺലി റെഫറി വി ഹാവ്, അതാണ് ഈ കോർട്ട്. അതിനെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിലുള്ള എവിഡൻസ് ബേസ് ഇല്ലാതെയുള്ള കാര്യങ്ങൾ വെച്ച് മിസ്ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ നിയന്ത്രിക്കാൻ ഈ പറയുന്ന നിയമം ഇവിടെ വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? റഫറിയെ ജീവനോടെ ഇരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. റഫറി ഇല്ലാതെ കളി കളിക്കാൻ ഇന്ത്യൻ സമൂഹം എപ്പോൾ പ്രാപ്തരാകുന്നു അപ്പോഴേ നമുക്ക് ഈ പറയുന്ന കണ്ടംപ്റ്റ് ലോ ഒക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം നമ്മൾ സർവൈവറുടെ കൂടെ നിൽക്കണ്ട എന്നല്ല. സർവൈവറുടെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ഒരു സംശയമില്ല. പക്ഷേ ആ നിൽക്കുന്നത് ഒരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ ഉടനെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ പേരിലുള്ള മറ്റുള്ള ഔട്ട്റേജസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അവിടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ രണ്ടാമതൊന്നുകൂടി അന്വേഷിക്കേണ്ടത്. അതിനുവേണ്ട വഴികൾ, യഥാർത്ഥത്തിലുള്ള ഡ്യൂ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള വഴികൾ എന്താണ്, അതിലൂടെ പോകാൻ നമ്മളുടെ ഈ ഔട്ട്റേജിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം കാണുക എന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. സോ അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന എല്ലാ ആളുകളും ചെയ്യേണ്ട കാര്യം അടുത്ത വഴികൾ എന്തെന്നുള്ളത് അന്വേഷിക്കുക, അതിന് വേണ്ടിയിട്ട് നിൽക്കുക. ആ സംഗതികളെ നമ്മൾ കൂടുതൽ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വിത്ത് ദ സർവൈവർ ഫോർ സബ്സ്റ്റാൻഷ്യൽ റിഫോംസ്, നോട്ട് ഫോർ തിയട്രിക്സ്. സ്റ്റാൻഡ് വിത്ത് ദ ജുഡീഷ്യറി ആസ് എ ഡിഫൻഡർ ഓഫ് ഡ്യൂ പ്രോസസ്, നോട്ട് എ ബ്ലൈൻഡ് വർഷിപ്പർ. നമ്മൾ കോടതികളെ വർഷിപ്പ് ചെയ്യണമെന്നൊന്നല്ല ഈ പറഞ്ഞത്. ഡ്യൂ പ്രോസസ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ആ പ്രോസസ്സ് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ആകെ കൂടി ഉദ്ദേശിക്കുന്ന കാര്യമുള്ളൂ. പിന്നെ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് മോബ് ജസ്റ്റിസ്, അതെന്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായാലും പോലും അതിന് എതിരെ നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദോസ് ഹു അണ്ടർമൈൻ കോർട്സ്.
ടു കോമ്പൻസേറ്റ് ഫോർ വീക്ക് ലീഗൽ സ്ട്രാറ്റജീസ്. ഓക്കെ, പിന്നെ സ്റ്റാൻഡ് ഫോർ ലീഗൽ റിഫോം നോട്ട് ഇമോഷണൽ റെബല്യൻ. ലീഗൽ റിഫോമിനുള്ള വകുപ്പ് ഇപ്പോഴും ഉണ്ട്, അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട്, എല്ലായിടത്തും ഉള്ള സാധനം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെയാണ് നമ്മളുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങി കളിക്കേണ്ടത്. അവിടെ അവർ അത് ചെയ്യുന്നതിന് പകരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും CPM ആണ് അതിൻ്റെ ആൾ, കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിൻ്റെ ആൾ, UDF ആണ് ഇതിൻ്റെ ആൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഗതി കൂടിയാണ് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്. ദ ഇൻകൺവീനിയൻറ്റ് ട്രൂത്ത് അബൌട്ട് ജസ്റ്റിസ്. Justice is slow, flawed and frustrating, but replace it with outrage and you don't get justice. You get anarchy dressed as virtue. ഇതാണ് സംഭവിക്കുക. സോ അതൊരു എളുപ്പമുള്ള സാധനമല്ല, അത് അത്ര രുചികരമായ സംഗതി ആയിരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് ഇന്ത്യ ഇതുവരെ വീണിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും ഈ പറയുന്ന ജുഡീഷ്യറിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ജുഡീഷ്യറി ഇപ്പോഴും മുട്ടുമടക്കിയിട്ടില്ല ഈ മോബ് ഔട്ട്റേജിൻ്റെ മുന്നിൽ. അങ്ങനെ ഒരു പാകിസ്ഥാൻ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ആ രീതിയിൽ നിലനിൽക്കുന്നത് എന്നതാണ് പറഞ്ഞു വെക്കാനുള്ളത്. സോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.